ദീപ്തി, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൃത്യമായി അതിന്മേലുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കാത്തതിനെക്കുറിച്ച് റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ മടിച്ചതിനെ കുറിച്ചൊക്കെ രൂക്ഷമായി വിമർശിക്കുമ്പോൾ നിങ്ങൾക്കെതിരെ ഭരണപക്ഷം പറയുന്ന പ്രധാനപ്പെട്ട വാദം നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന പ്രതിക്കൊപ്പം വേദി പങ്കിട്ടയാളാണ് പ്രതിപക്ഷ നേതാവ്. ആ പ്രതി വന്നപ്പോൾ സെൽഫി എടുക്കാൻ നടന്ന വ്യക്തിയാണ് നിങ്ങളുടെ വനിതാ MP. ഇതൊക്കെയാണ് നിങ്ങൾക്കെതിരെയുള്ള ആരോപണം. അപ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുക്കാൻ നിങ്ങൾക്കെന്ത് റൈറ്റ് എന്നുള്ളതാണ് ഭരണപക്ഷത്തിന്റെ വാദം. അതിനുള്ള മറുപടി. പ്രതിപക്ഷ നേതാവിൻ്റെ വാദം എന്താണെന്നും നിലപാട് എന്താണെന്നും ഉള്ളത് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞു. ഈ എത്ര ബാലിശമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇവിടെ ഇപ്പോൾ സംസാരിച്ച പ്രിയപ്പെട്ട ഗായത്രിയും ആശയും ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അതിൽ പങ്കാളികളായിട്ടുള്ള WCC അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ സംസാരത്തിൽ ഏറ്റവും അധികം നമ്മൾ കാണുന്നത് എന്താണ്? നിരാശയാണ് കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും 4.5 വർഷക്കാലമായി പൂഴ്ത്തിവെച്ച ഒരു റിപ്പോർട്ട് പുറത്തു വിടുമ്പോൾ ഞങ്ങൾക്ക് ആശ്വാസമായി എന്ന് ആത്മാർത്ഥമായി പറയാൻ എന്തുകൊണ്ടാണ് അവർക്ക് കഴിയാതിരിക്കുന്നത്? അതുതന്നെയാണ് സർക്കാരിന് സ്ത്രീകളോട് ഇത്തരം വിഷയങ്ങളോടുള്ള നിലപാട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കമ്മിറ്റി നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, കമ്മീഷൻ എന്ന് പറയുന്നതിനെ കമ്മിറ്റിയാക്കി മാറ്റി അവിടെ തന്നെ വെള്ളം കലർത്താൻ ശ്രമിച്ചിരിക്കുന്നു സർക്കാർ. എന്തിനാണ് കമ്മീഷനെ കമ്മിറ്റിയാക്കി ചുരുക്കിയത്? അതിനിതുവരെ സർക്കാർ മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് 4.5 വർഷക്കാലം അതിന് മുകളിൽ കയറി അടയിരുന്നത് എന്നുള്ള കാര്യത്തിൽ സർക്കാരിന് മറുപടി പറയാനില്ലല്ലോ. അതിനെന്തെങ്കിലും വിശദീകരണം ഏതെങ്കിലും മന്ത്രി പറഞ്ഞോ? സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞോ? മുഖ്യമന്ത്രി പറഞ്ഞോ? മുഖ്യമന്ത്രി ഇന്നലെയും പറഞ്ഞത്, നമ്മൾ ഇന്നലെയും ഇന്നുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? പരാതി കൊടുത്താൽ അന്വേഷിക്കാമെന്ന് ഇന്നലെ വരെ പറഞ്ഞു, ഇന്ന് രാവിലെ വരെ പറഞ്ഞു. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇന്ന് മാറ്റി പറഞ്ഞു എന്നതൊഴിച്ചാൽ CPM-മായി ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു മന്ത്രി പോലും, ഞാൻ അത്ഭുതപ്പെടുന്നത്, ഒരു വനിതാ മന്ത്രി പോലും, വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ മന്ത്രി പോലും, വനിതാ കമ്മീഷൻ ഉൾപ്പെടെ ഇതിൻ്റെ അകത്തെടുത്ത നിലപാട് എന്താണ്? എത്ര നിരാശാജനകമാണ്. ആരോടാണ് പരാതി പറയേണ്ടത്? ഈ സ്ത്രീകൾ ആരോടാണ് മറുപടി പറയേണ്ടത്? ഇത് സിനിമാ രംഗത്ത് മാത്രമുള്ള ഒരു പ്രതിഭാസമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ആ ചർച്ചയിലേക്ക് ഞാൻ തൽക്കാലം വരുന്നില്ല. പക്ഷേ ഇവിടെ ധൈര്യമായിട്ട് WCCയിലെ അംഗങ്ങൾ നിരന്തരമായി അതിന് ഫൈറ്റ് ചെയ്തു. നമ്മളവരെ അപ്രിഷ്യേറ്റ് ചെയ്തേ മതിയാകൂ. ഇത്തരത്തിൽ ഫൈറ്റ് ചെയ്തതിന് ശേഷമാണ് സോഷ്യൽ മീഡിയയുടെ അറ്റാക്ക് ഉണ്ടാകുന്നത്, സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നത്. ഇവിടെ ഗായത്രി അതാണ് പറഞ്ഞത്. അപ്പോൾ പ്രതികരിക്കുന്നവർക്കെതിരെ കൂട്ടമായി അറ്റാക്കാണ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യൂട്യൂബുകളിലൂടെയൊക്കെ വന്ന ചില പ്രമുഖരായിട്ടുള്ള മുൻ സംവിധായകർ ഉൾപ്പെടെയുള്ള ചില ആളുകളുടെ പ്രതികരണം ശ്രദ്ധിച്ചു നോക്കൂ. ഇവരൊക്കെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്നു. അവരഭിനയിച്ചു കഴിഞ്ഞു, അവർ പറഞ്ഞതൊക്കെ ചെയ്തു, എന്നിട്ട് അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ചാൻസ് കിട്ടാതിരുന്നപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. അയാൾക്കെതിരെ കേസെടുക്കണ്ടേ? ഈ പറഞ്ഞ ആൾക്കെതിരെ സർക്കാർ കേസെടുക്കണ്ടേ? എന്താണ് നമ്മുടെ നാട്ടിലെ നിയമം? നമ്മുടെ നാട്ടിലെ നിയമം ഒരു ജസ്റ്റർ കൊണ്ടുപോലും ഒരു സ്ത്രീയെ അപമാനിച്ചാൽ, നിർഭയയുടെ കേസ് കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ഇറക്കിയ ഓർഡിനൻസിന് ശേഷം വന്നിട്ടുള്ള നിയമമാണ്, ശക്തമായ നിയമമാണ്. ഒരു ജസ്റ്റർ കൊണ്ടുപോലും ഒരു വനിതയെ അപമാനിക്കാൻ പാടില്ല എന്ന നിയമമുള്ള നാട്ടിലാണ് യൂട്യൂബിലൂടെ ഇത്തരത്തിലുള്ള അപമാനകരമായ കാര്യം നമ്മുടെ നടിമാരെ കുറിച്ച് പറയുന്നത്, കലാരംഗത്തുള്ള നമ്മുടെ നടിമാരെ കുറിച്ച് പറയുന്നത്. അയാൾക്കെതിരെ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്? ഇത് തടയണ്ടേ? സർക്കാർ എന്താണ് ചെയ്യുന്നത്? നിലവിൽ സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് വ്യക്തമായല്ലോ. ഈ പ്രശ്നത്തിൽ, ഈ സ്ത്രീകളുടെ പ്രശ്നത്തിൽ, പരാതി പറഞ്ഞ സ്ത്രീകളുടെ പ്രശ്നത്തിൽ ഇതിൻ്റെ അകത്തൊന്നും ആത്മാർത്ഥമായി ഇടപെടാൻ സർക്കാർ തയ്യാറല്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് വ്യക്തമാവുകയാണ്. ഇപ്പോൾ ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ, കോടതിയുടെ ഉത്തരവ് വന്നപ്പോൾ, കോടതി ചോദിച്ചപ്പോഴാണ് എന്നാൽ പിന്നെ ആവാം എന്ന് സജി ചെറിയാൻ പറയുന്നത്. സജി ചെറിയാൻ എന്ന മന്ത്രി ആദ്യം മുതൽ തന്നെ വളരെ റിലക്റ്റൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് പല സന്ദർഭങ്ങളിലും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്ത് വരേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാടുമായി മുമ്പോട്ട് പോയത്? അപ്പോൾ ഇതിനൊന്നും മറുപടിയില്ല, ഇതിനൊന്നും സർക്കാരിന് മറുപടിയില്ല എന്ന് മാത്രമല്ല, ഇന്ന് ഏറ്റവും അധികം നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു വിഷയം എന്താണ്? ഈ 15 പേരുടെ പട്ടിക പറയുന്നുണ്ടല്ലോ. ഈ 15 പേരുടെ പട്ടികയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഇന്ന് ഈ സർക്കാരിലെ മന്ത്രിയാണ്. അതിൽ MLA ആയിട്ടിരിക്കുന്നുണ്ട്, MLA ആയിട്ടുള്ള നടനുണ്ട്,
അപ്പോൾ ഇവരൊന്നും ഇതിൻ്റെ അകത്ത് യാതൊന്നും പറയുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ന് ശ്രീ KB ഗണേഷ് കുമാർ ഒരാളെ വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആരാണ്? പാലക്കാട് ഒരു DYFIക്കാരിയെ അപമാനിച്ച, മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയായി പാർട്ടി തരം താഴ്ത്തുകയും പിന്നീട് പാർട്ടി അതിലും ഉയർന്ന സ്ഥാനവും കൊടുത്ത PK ശശിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല വ്യക്തിയാണിതെന്നാണ് പറയുന്നത്. അപ്പം ഇതാണ് ഇവരുടെയൊക്കെ നിലപാടെന്ന് പറയുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത് പറയാൻ മിണ്ടാതിരിക്കാമായിരുന്നല്ലോ? ഇത് പറയാൻ കഴിഞ്ഞത്? അപ്പോൾ അത്തരത്തിലുള്ള ആള്, അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്? സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജോലി ഇപ്പോൾ ആത്മയുടെ പ്രസിഡൻ്റാണ്. യുടെ പ്രസിഡന്റ് ആയിരിക്കെ തന്നെ ഈ സിനിമയിൽ നിൽക്കക്കള്ളി ഇല്ലാതെ സീരിയലിലേക്ക് വരുന്ന നടികൾ, അഭിനേത്രികൾ, അവർക്ക് ചാൻസ് കൊടുക്കാതിരിക്കാനുള്ള വഴിയും കൂടെ നോക്കുന്നു എന്നുള്ളതാണ് ഇവർ ആരോപിച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ നിലവിൽ നിരവധിയായിട്ടുള്ള വനിതകൾ, അഭിനയ രംഗത്തുള്ള വനിതകളുടെ ആരോപണം എന്ന് പറയുന്നത്. അപ്പോൾ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് സർക്കാരുമായി ബന്ധപ്പെട്ടുള്ളത്. ഇന്ന് KB ഗണേഷ് കുമാർ ഇതിന് എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? ഈ റിപ്പോർട്ടിനെ കുറിച്ച് എന്തുകൊണ്ടാണ് പ്രതികരണം നടത്താത്തത്? അപ്പോൾ മുകേഷ് എന്ന് പറയുന്ന MLA 3-4 ദിവസം മുമ്പ് പ്രതികരിച്ചായിട്ട് കണ്ടു. ഈ റിപ്പോർട്ട് പുറത്ത് വന്നാൽ ഒരു ചുക്കും സംഭവിക്കാനില്ല. അതിന് രണ്ടർത്ഥം കാണാം. ഒരു ചുക്കും സംഭവിക്കാനില്ലെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ വെറുതെയാണെന്നാണോ? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഈ സ്ത്രീകൾ അഭിമുഖീകരിച്ച ഈ അതിക്രമങ്ങൾ മുഴുവൻ ഒരു കാര്യവുമില്ല, ഒരു ചുക്കുമില്ലെന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്? ഇവരൊക്കെ ഇതിന് മറുപടി പറയണ്ടേ? ഇവരൊക്കെ ഭരണ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളല്ലേ? താരരാജാക്കന്മാരെന്താണ് മിണ്ടാത്തത്? ഞാൻ പറയുന്നത് സിനിമാ രംഗം മുഴുവൻ മോശമാണെന്നോ അല്ലെങ്കിൽ ഇതിലുള്ള മുഴുവൻ ആളുകളും മോശമാണെന്നോ ഒന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല, ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് അഭിപ്രായമില്ല. പക്ഷേ ഇതിനകത്ത് സ്ത്രീകളെ അപമാനിക്കുന്ന, സ്ത്രീകൾക്കെതിരെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കുവാൻ തയ്യാറാകണം സർക്കാർ. അതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അത് ഏത് വലിയ വമ്പനാണെങ്കിലും ആ വ്യക്തിക്കെതിരെ കേസെടുക്കാൻ കഴിയണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന് പറയാനുള്ളത്.